iOS 18 ശേഷമുള്ള രണ്ടാമത്തെ മേജർ അപ്ഡേറ്റായ iOS 18.2 അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ട് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമല്ലാതെ എന്നാൽ എല്ലാവർക്കും ലഭിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴെയായി കാണുന്ന ഓഡിയോ ആൻഡ് വിഷ്വലിന്റെ സെറ്റിംഗ്സ് പേജിൽ പുതിയതായി ഓൾവേസ് ഷോ വോളിയം കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയ പ്ലേ ചെയ്യുന്ന സമയത്ത് ലോക്ക് സ്ക്രീനിൽ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വോളിയം സ്ലൈഡർ കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന രണ്ടാമത്തെ മാറ്റം സെറ്റിംഗ്സിൽ സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴെയായി വോളിയം ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ വോളിയം ബട്ടൺസ് ഉപയോഗിച്ച് നിങ്ങൾ സാധാരണ രീതിയിൽ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഇൻബിൽട്ട് സ്പീക്കറിന്റെ ഏത് ലിമിറ്റ് വരെയാണ് നിങ്ങൾക്ക് വോളിയം വരേണ്ടത് എന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് പ്രധാനമായി നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ വളരെ ഉച്ചത്തിൽ പാട്ടിടുകയാണെങ്കിൽ അവരറിയാതെ തന്നെ ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ശബ്ദത്തിന്റെ മാക്സിമം ലിമിറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ സ്ഥിരമായി പാട്ടുകളൊക്കെ ഉയർന്ന ശബ്ദത്തിൽ വെക്കുന്നവർക്ക് അതൊന്ന് ലിമിറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്രദമാകും. iOS 18.2 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് നമ്മൾ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ വന്ന് ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ടുള്ള മില്ലി സെക്കൻഡ്സിലുള്ള ഫ്രെയിംസുകൾ വരെ മാറ്റി നമുക്ക് സ്ക്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ അവസാനം കഴിഞ്ഞാലും അത് വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യുന്നതായിട്ടായിരുന്നു നമ്മൾ ഇതിനു മുമ്പേ കണ്ടിരുന്നത്. എന്നാൽ വീഡിയോ ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് ഡിസേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതേ വീഡിയോ തുടക്കത്തിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യുന്ന ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. iOS 18.2 അപ്ഡേറ്റിലൂടെ ഫോട്ടോസ് ആപ്ലിക്കേഷനകത്ത് ഇതിനു മുമ്പേ ചിലർക്കെങ്കിലും പ്രശ്നമായി തോന്നിയ മറ്റൊരു കാര്യത്തിനും കൂടെ പരിഹാരം വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആരെങ്കിലും എടുത്ത് നമ്മൾ ഇതിനു മുമ്പേ ഏതൊക്കെ ഫോട്ടോസാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ആപ്ലിക്കേഷനകത്ത് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ റീസെന്റ്ലി വ്യൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പേ ഇങ്ങനെ കാണുന്ന റീസെന്റ്ലി വ്യൂഡ് ഫോട്ടോസ് റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡറിന്റെ മുകളിലേക്ക് കാണുന്ന 3 ഡോട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ റിമൂവ് ഓൾ ഫ്രം റീസെന്റ്ലി വ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഫോട്ടോസ് എല്ലാം ഈ ഒരു ഫോൾഡറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. iOS 18.2 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് സഫാരി ബ്രൗസറിന്റെ ഹോം പേജിൽ താഴെ കാണുന്ന എഡിറ്റ് ഓപ്ഷനെ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചില പുതിയ ഇമേജസ് കൂടെ ഈ ഒരു അപ്ഡേറ്റിൽ ആഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. വളരെ ചെറിയൊരു മാറ്റമാണ് ഇതെങ്കിലും ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളെയും കുറിച്ച് കവർ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചും ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഫാരി ആപ്ലിക്കേഷനകത്ത് തന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ് പേജ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിനകത്തുള്ള പ്രസക്തമായ ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മറ്റാർക്കെങ്കിലും അതിന്റെ ലിങ്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാന ഭാഗം മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷനിൽ റൈറ്റ് സൈഡിലെ ആരോ മാർക്കിൽ 1-2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് വിത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്യുന്ന ലിങ്ക് ഉപയോഗിച്ച് ആർക്കെങ്കിലും മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണിച്ചായിരിക്കും ആ ഒരു ലിങ്ക് മറ്റൊരാളിലേക്ക് പോകുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് നമുക്ക് സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് ഡിഫോൾട്ട് ആപ്സ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ പലതും സെറ്റിംഗ്സിന്റെ പല ഭാഗത്തായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൽ മെയിൽ അയക്കുവാനും മെസ്സേജ് ചെയ്യാനും ബ്രൗസർ ആപ്ലിക്കേഷനുമായിട്ടെല്ലാം ഏത് ആപ്ലിക്കേഷനാണ് ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ മാറ്റം കോളിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഡയലറിന് പകരം മറ്റ് ആപ്ലിക്കേഷനുകളും ഇനി മുതൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നതാണ്. എന്നാൽ ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷനും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാസ്തവം. ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ഡയലർ ആപ്ലിക്കേഷനുകൾ വരാനുള്ള സാധ്യതയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കോൾ റെക്കോർഡിംഗിന്റെ അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒരു പക്ഷേ വരാനുള്ള സാധ്യതയും ഇത് തള്ളിക്കളയുന്നില്ല. ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നതുകൊണ്ട് എന്തുപകാരമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് എന്നതിന് കാലത്തിന് മാത്രമേ ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രൗസിംഗ് ആപ്ലിക്കേഷനായ സഫാരിക്ക് പകരം മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ പേജിൽ വന്നു കഴിഞ്ഞാൽ സഫാരി ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായി എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നിങ്ങനെ ചില പുതിയ ഓപ്ഷൻസ് കാണാൻ കഴിയും.
അതായത് നിങ്ങൾ സഫാരി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാസ്വേഡ്സ്, ബുക്ക് മാർക്സ്, ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു ബ്രൗസറിലേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ എയർ ടാഗ്സ് ഉപയോഗിക്കുന്നവർക്കും ചെറിയൊരു മാറ്റം വന്നതായി കാണാൻ കഴിയും. അതായത് നിങ്ങൾ എയർ ടാഗ്സ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഉദാഹരണം എയർലൈൻസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലഗേജ് ഒക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസിനും അതിന്റെ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എയർ ടാക്സിന്റെ ലൊക്കേഷൻ അവർക്കും കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് മൈ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തേക്ക് ആ ഒരു സാധനത്തിന്റെ ലൊക്കേഷൻ അവർക്കും ഏതൊരു സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു എയർ ടാക്സിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത്. ആപ്പിളിന്റെ സ്വന്തം മെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മെയിലുകളെല്ലാം പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് കാറ്റഗറീസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനും വന്നതായി കാണാൻ കഴിയും. ഇത് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമാണോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പഴയ ഫോണുകളിൽ ഉപയോഗിച്ചു നോക്കിയിട്ട് ഈ ഒരു മാറ്റം നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമായി വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ 15 പ്രോ സീരീസിന് മുകളിലുള്ള ഫോണുകളിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായിട്ടൊരു കാര്യം എടുത്തു പറയട്ടെ, ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പോഴും ഒരു ബീറ്റ ഫോർമാറ്റിൽ മാത്രമാണ് ഉള്ളത്. അതായത് പെർഫെക്റ്റ് അല്ല എന്ന് ആപ്പിളും അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന നിങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വേർഷനെയാണ് ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബീറ്റ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാദ്യമായി ജനറലിൽ വന്ന് ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ഓപ്ഷനിൽ വന്ന് നിങ്ങളുടെ ഫോണിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് US-ലേക്കോ UK-ലോ ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ആപ്പിൾ ഇന്റലിജൻസ് ആൻഡ് സിരി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ഇവിടെയും ലാംഗ്വേജ് ഇംഗ്ലീഷ് US-ലേക്കോ UK-ലോട്ടോ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടിടത്തും ഒരേ ലാംഗ്വേജ് തന്നെ ആയിരിക്കണം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പേ ബീറ്റ വേർഷനിൽ എൻ്റർ ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ബീറ്റ വേർഷനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ ഒരു ഓപ്ഷൻ കാണും. ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോഗിൾ രീതിയിൽ ഇവിടെ ഒരു ബട്ടൺ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ബീറ്റ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖച്ഛായയോട് ചേർന്ന് വരുന്ന രീതിയിലുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് നിങ്ങളുടെ ഇമാജിനേഷൻസ് അനുസരിച്ച് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസും വരുന്നതാണ്. ഇത് കൃത്യമായിട്ടൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ട്രൈ ഔട്ട് ചെയ്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും ഇലൂസ്ട്രേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടെ ലഭിക്കുന്നതാണ്. ഇതേ ഇമേജ് പ്ലേ ഗ്രൗണ്ട് മെസ്സേജ് ആപ്ലിക്കേഷനകത്തും യൂസ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് മറ്റാരെങ്കിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ജെൻമോജി എന്ന് പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ചില ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇതേപോലുള്ള ഇമോജീസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഇമേജസിനോട് മാച്ച് ചെയ്ത് വരുന്ന രീതിയിലുള്ള ജനറേറ്റീവ് ഇമോജീസിനെയാണ് ജെൻമോജി എന്ന് പറയുന്നത്. നിങ്ങൾ ഇമോജി കീബോർഡിന് മുകളിലായി കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ഇമോജിയാണ് വേണ്ടത് എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഇമേജസിനെ റിസംബിൾ ചെയ്യുന്നുള്ള ഇമോജീസും ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിലൂടെ കഴിയുന്നതാണ്. ഇതേപോലെ iOS 18.2 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇമേജ് വാണ്ട്. ഉദാഹരണം, നിങ്ങൾ നോട്ട്സ് ആപ്ലിക്കേഷനകത്ത് വന്ന് ഈ കാണുന്ന പെൻ ഓപ്ഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഇമേജ് വരയ്ക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു ഇമേജ് വാണ്ടിന്റെ ഓപ്ഷൻ ഉപയോഗിച്ച് അതിനൊന്ന് സർക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചേർന്ന് വരുന്ന ഇമേജസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു ഓപ്ഷനാണിത്. ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഇമേജ് വാണ്ട്, ഇമേജ് പ്ലേ ഗ്രൗണ്ട്, ജെൻമോജി പോലുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഉപകാരപ്രദമാകുന്ന മറ്റൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന ChatGPTയുടെ ഇന്റഗ്രേഷനാണ്. ഇത് പ്രധാനമായിട്ടും നമുക്ക് ഉപകാരപ്രദമാകുന്നത് റൈറ്റിംഗ് ടൂളിനൊപ്പമാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടാത്തപ്പോൾ ആപ്പിൾ ഇന്റലിജൻസിന്റെ റൈറ്റിംഗ് ടൂൾ ഓപ്ഷനിൽ വന്ന് താഴെ കാണുന്ന കമ്പോസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് ChatGPTയോട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ്.
ഇനി ഉപകാരപ്രദമായ മറ്റൊരു രീതിയിൽ ചിലരെങ്കിലും ഇതിനെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ആപ്ലിക്കേഷനിൽ വന്ന് ഒരു വോയിസ് നോട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിന്റെ ഒരു ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഓഡിയോ ട്രാൻസ്ക്രിപ്ഷനെ കോപ്പി ചെയ്ത് നോട്ട്സ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവരിക. ഇനി ഈ ഒരു ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് ആപ്പിളിന്റെ റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് താഴെ കാണുന്ന കമ്പോസ് ഓപ്ഷനിൽ വന്ന് ഇവിടെയായിട്ട് ChatGPTയോട് നമുക്കൊരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീറ്റിംഗിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് ഒരു ഹ്യൂമൻ ടച്ചിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതിയാകും. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ പല ബിസിനസ് പ്രൊഫഷണൽസിനും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളാണ്. ഇനി ChatGPTയുടെ ഇന്റഗ്രേഷൻ ഇവിടെ മാത്രമല്ല, നമ്മൾ സിരിയോട് ചോദിക്കുന്ന സമയത്തും ചില ചോദ്യങ്ങൾ വെബ്സൈറ്റിലേക്ക് പോയി സെർച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ChatGPTയോട് തന്നെ അത് ചോദിച്ച് നമുക്ക് ഉത്തരം തരുന്നതാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം ChatGPTയോട് ചോദിക്കുമ്പോഴും നമ്മുടെ കൃത്യമായിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ChatGPTയോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനോണിമസ് ആയിരിക്കും. അതായത് ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ചത് ആരാണ് എന്നുള്ളത് ChatGPTയുടെ സെർവറിന് പോലും അറിയാത്ത രീതിയിലാണ് ആപ്പിൾ ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. iOS 18.2 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് സിരിയുടെ പുതിയ ഓപ്ഷനിലൂടെ വന്ന ടൈപ്പ് 2 സിരി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പാനലിൽ പുതിയൊരു ഓപ്ഷനും കൊണ്ടുവരാമെന്നുള്ളത്. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് ഇംഗ്ലീഷ് UK പോലുള്ള ചില പുതിയ ലാംഗ്വേജസും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഇംഗ്ലീഷ് ഇന്ത്യ സപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയട്ടെ. എന്നാൽ ഇങ്ങനെ നിങ്ങൾ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഡൗൺലോഡായി വരാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതും എടുത്തു പറയട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന മാറ്റം iPhone 16 മാത്രമുള്ളതാണ്. അതായത് നമുക്ക് സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ റിക്വയർ സ്ക്രീൻ ഓൺ എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ കാണാൻ കഴിയും. പലരും അറിയാതെ ഈ ഒരു ക്യാമറ കൺട്രോളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓപ്പൺ ആവുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇനി നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഓൺ ആയാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ക്യാമറ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുകൂടാതെ മറ്റൊരു കാര്യമാണ്, നമ്മൾ DSLR ക്യാമറാസിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മുകളിൽ നമുക്ക് ഫോക്കസും എക്സ്പോഷറും എല്ലാം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിലുള്ള ഫോക്കസും എക്സ്പോഷറും ലോക്ക് ആകുന്നതാണ്. iPhone 16 സീരീസുകളിൽ ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് വിഷ്വൽ ഇന്റലിജൻസ്. അതായത് iPhone 16 സീരീസിലുള്ള ഫോണുകളിൽ ലഭിക്കുന്ന ക്യാമറ കൺട്രോൾ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെർച്ച് ഓപ്ഷൻ വരുന്നതാണ്. ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന എന്ത് കാര്യത്തെയും കുറിച്ച് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു റിവേഴ്സ് ഇമേജ് സെർച്ച് ഒക്കെ ചെയ്യുവാനും ഈ ഒരു ഓപ്ഷനിലൂടെ കഴിയുന്നതാണ്. ആദ്യത്തെ ഓപ്ഷനിൽ ChatGPTയോട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇമേജിന് അടിസ്ഥാനമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ കളർ കോഡ് എന്താണ് എന്നൊക്കെ ChatGPTയോട് ചോദിക്കാനൊക്കെ ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുമല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്കൊരു ഇമേജ് സെർച്ച് ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്ഷനിലൂടെ കഴിയുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കലണ്ടർ ഇവൻ്റൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇവൻറ്റ് നിങ്ങളുടെ കലണ്ടറിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നതാണ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ എന്താണെന്നും അല്ലെങ്കിൽ അവിടെ സെർവ് ചെയ്യുന്ന ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആപ്പിളിൻ്റെ മാപ്സ് ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡേറ്റ ഫെച്ച് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതാണ്. ഇനി iPhone 16 Pro സീരീസ് ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വോയിസ് മെമ്മോ നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത അതേ ട്രാക്കിൽ തന്നെ മറ്റൊരു ട്രാക്ക് കൂടെ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ പാടുമ്പോൾ 2 ട്രാക്കൊക്കെ ചേർത്ത് വെച്ച് ഒരു പാട്ടായിട്ടൊക്കെ കമ്പോസ് ചെയ്യാൻ ചെറിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം iPhone 16 സീരീസിൽ ഇല്ല എന്നുള്ളത് പറയട്ടെ, ഇത് അതിന്റെ പ്രോ സീരീസിലുള്ള ഫോണുകളിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇത്രയാണ് iOS 18.2 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ. എനിക്ക് ചെറിയൊരു ജലദോഷമുള്ളതുകൊണ്ട് ശബ്ദത്തിൽ ചില പോരായ്മകളുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.